ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു പഫ്സാണ്. പഫ്സ് ഷീറ്റ് വാങ്ങിക്കാതെയാണ് നമ്മൾ ഈ പഫ്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പഫ്സ് ഷീറ്റ് വാങ്ങിക്കാതെ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പഫ്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നല്ല നൈസായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. സാധാരണ നമ്മൾ പഫ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പഫ്സിൻ്റെ ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് തയ്യാറാക്കാറുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പഫ്സ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ടയാണ്. 5 കോഴിമുട്ട നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് പഫ്സിൻ്റെ ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി നമ്മളിവിടെ 1 ബൗൾ നിറയെ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 2 ഗ്ലാസ് മുഴുവനായിട്ടുമുള്ള വെള്ളമാണ് ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല ഫൈനായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുത്ത മാവ് മുഴുവനായിട്ടും നമുക്ക് ഇനി ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഷീറ്റിനുള്ള മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. അപ്പോഴേ നല്ല നൈസായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഷീറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോ തവിയായിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാൻ ഒന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പാന് അടച്ചു കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ പാൻ ഒന്ന് തുറന്ന് ഈ ഷീറ്റ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ഷീറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എല്ലാ ഷീറ്റും ഇനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഫ്സിനുള്ള എല്ലാ ഷീറ്റും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഫ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്ക് ഓരോ ഷീറ്റായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഷീറ്റിൻ്റെ നടുഭാഗത്തായിട്ട് ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷീറ്റ് 2 ഭാഗത്തു നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. 3 ഭാഗത്തു നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മൈദ പേസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗം കൂടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഒരു പഫ്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ പഫ്സ് മുഴുവനായിട്ടും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. പിന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഫ്സ് മുഴുവനായിട്ടും ഓയിൽ കുടിക്കും. അതുകൊണ്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ പഫ്സ് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായ നല്ല അടിപൊളി പഫ്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്.
എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.